സംസ്ഥാനത്തെ തടവുകാരുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയുടെ പരസ്യ മദ്യപാനവും ഇതേ കേസിലെ മറ്റൊരു പ്രതിയായ ടി.കെ. രജീഷിന് പരോൾ അനുവദിച്ചതും. ജയിൽ ഉപദേശക സമിതി അംഗം പി. ജയരാജന്റെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സംഭവിച്ച ഗുരുതരമായ വീഴ്ചകളിൽ പൊതുസമൂഹത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. നിയമവാഴ്ചയെയും നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. കൊടിസുനിയുടെ പരസ്യ മദ്യപാനം സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ടി.പി. കേസിൽ വിചാരണ നേരിടുന്ന കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി 3 ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് സംഭവം. കഴിഞ്ഞ മാസം 17-ന് തലശ്ശേരിയിലെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് പോലീസ് കാവലിൽ കൊടിസുനി മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. മദ്യം കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പറും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. കോടതി നടപടികൾക്ക് ശേഷം ഉച്ചഭക്ഷണത്തിനായി കോടതി പിരിഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളെ സമീപത്തെ വിക്ടോറിയ ഹോട്ടലിൽ എത്തിക്കുകയായിരുന്നു. ഈ സമയം പ്രതികളുടെ സുഹൃത്തുക്കൾ അവിടെ എത്തുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രതികൾ മദ്യം കഴിച്ചു എന്നതുമായിരുന്നു പ്രധാന ആരോപണം. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സംഭവം നടന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന വിമർശനം ഉയർന്നതോടെയാണ് സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായത്. പ്രാഥമിക അന്വേഷണങ്ങൾക്കൊടുവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീത്, ജിഷ്ണു എന്നിവർക്കെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കുകയും അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ തുടർ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ജയിൽ ഉപദേശക സമിതി അംഗം പി. ജയരാജൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. കൊടിയായാലും വടിയായാലും നടപടി ഉണ്ടാകും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നിയമലംഘനം നടത്തുന്നവരോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും സർക്കാരിനുണ്ടായിരിക്കുക എന്ന സന്ദേശം നൽകുന്നതായിരുന്നു. തടവ് അനുഭവിക്കുന്നവർ ജയിലിനകത്തും പുറത്തും അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നും ആരച്ചടക്കം ലംഘിച്ചാലും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അട്ടിവരയിട്ട് പറഞ്ഞു.